ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ, അതായത് നാളെയും മറ്റന്നാളൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് കരഞ്ഞ് കരഞ്ഞ് കണ്ടു തീർക്കേണ്ട ഒരു എപ്പിസോഡായിരുന്നു. ഒരുപാട് കരഞ്ഞു. ആദ്യം ഭൂമിയും അമ്മയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ അത് തന്നെ ഒരുപാട് കരയിപ്പിച്ചു. അത് കഴിഞ്ഞ് അച്യുതന്റെ ചിതയൊക്കെ കത്തിക്കലും ആ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഭൂമിയും അമ്മയും കൂടി ചേർന്ന്. അപ്പോൾ അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി അവരുടെ വീട്ടിൽ വെച്ച് അജയുടെയും അഞ്ജനയുടെയും കല്യാണത്തെക്കുറിച്ചും നിശ്ചയമൊക്കെ നടത്തണമല്ലോ, അതിന്റെ ഏർപ്പാടൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഭവാനിയോടും സത്യദാസിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യദാസ് അത് കേട്ട ഉടനെ പറയാണ്, അമ്മേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ട സമയമാണോ ഇത്? അമ്മ പറയാറില്ലേ ഭൂമിയെ വലിയ ഇഷ്ടമാണ്, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ഭൂമിയെ കണ്ടിരിക്കുന്നതെന്നൊക്കെ. ഇപ്പോൾ ഭൂമിയുടെ അച്ഛൻ മരിച്ചു, അമ്മ ജയിലിൽ കിടക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നമ്മളെ ഈ ആഘോഷത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അജയും ഇതേ കാര്യമാണ് പറയുന്നത്. അജയ്ക്ക് ഒന്നാമത് തന്നെ കല്യാണത്തിന് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ അജയ് പറയാണ്, അത് ശരിയാ മുത്തശ്ശി, നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, നമ്മൾക്ക് 2 ആഴ്ച കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭവാനിക്ക് ഒരുമാതിരി ഇറിറ്റേറ്റ് ആവുന്നുണ്ട് കേട്ടോ. എപ്പോൾ നോക്കിയാലും ഒരു ഭൂമി ഭൂമി എന്ന് പറഞ്ഞ് ലൈറ്റായിട്ട് ഒരു പേടിയും ആവുന്നുണ്ട്. സത്യദാസ് ഭൂമിയോട് ഒരുപാട് അടുക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ അതിലൊക്കെ വല്ലാത്ത പേടിയൊക്കെ ഭവാനിക്കുണ്ട്. അങ്ങനെ ഭൂമി എന്നൊക്കെ കേൾക്കുമ്പോൾ അഞ്ജനയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഭവാനി അഞ്ജനയ്ക്ക് 2 ടാസ്ക് കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഒന്ന് സത്യദാസിനെ ഇംപ്രസ് ചെയ്യുക, മറ്റൊന്ന് അജയെ ഇംപ്രസ് ചെയ്യുക. അപ്പോൾ ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അഞ്ജന ഇന്നെ ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ടാസ്ക് കൊടുത്തത് വേറെ ഒന്നിനുമല്ല, സത്യദാസിനെ ഇംപ്രസ് ചെയ്ത് വല്യച്ഛനാണ് എൻ്റെ അച്ഛൻ, അച്ഛനില്ലാത്ത എനിക്ക് വല്യച്ഛനാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞ് സത്യദാസിന്റെ മകളെ പോലെ, അതായത് സ്വന്തം മകളായ അഭിരാമിയുടെ സ്ഥാനത്തേക്ക് കയറി നിൽക്കുക. അങ്ങനെ അഞ്ജനയുടെ സ്നേഹവും അച്ഛൻ എന്ന കരുതലൊക്കെ കണ്ട് അവസാനം സത്യദാസ് സ്വന്തം മോളെ തേടി കണ്ടുപിടിക്കുന്ന കാര്യമൊക്കെ മറക്കണം. അതാണ് ഭവാനിയുടെ ലക്ഷ്യം. അപ്പൊ അതിനായിട്ട് വല്യച്ഛ വല്യച്ഛ എന്ന് പറഞ്ഞ് എപ്പോഴും പിന്നാലെ കൂടിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയ്ക്ക് പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ടാസ്ക് അജയ് ഇംപ്രസ് ചെയ്യാണ്. അതും ഈ ഭവാനിയുടെ പേടി കാരണമാണ് കേട്ടോ. കാരണം അജയ്ക്ക് ഭൂമിയെ ഇഷ്ടമാണ്, അങ്ങനെയാണല്ലോ ഇവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അധികം വൈകാതെ അജയ് ഭൂമിയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അജയെ ഇംപ്രസ് ചെയ്ത് കയ്യിലാക്കി വെക്കണം, എന്നാലേ ആ ഭൂമിയെ ഇങ്ങോട്ട് വരാതെ തടയാൻ കഴിയൂ എന്നൊക്കെയാണ് ഭവാനി അഞ്ജനയോട് പറയുന്നത്. അപ്പൊ അഞ്ജനയ്ക്ക് ഇതൊക്കെ ഒരു വാശിയാണ്. എന്താന്ന് വെച്ചാൽ അജയ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഭൂമിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതുകൊണ്ട് അവരെ ഒന്നിക്കരുത്, അജയെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം, അത്രമാത്രം അഞ്ജന ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ ഭൂമിയാണ് അഭിരാമി, വീടിന്റെ അവകാശിയൊക്കെ അഭിരാമിയാണെന്നുള്ള കാര്യമൊന്നും അഞ്ജനയ്ക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഭവാനി പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ കൂടെയാണ് നമ്മുടെ ഭൂമി സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അച്ഛൻ മരിച്ച ആ ഒരു ദുഃഖവും ആ കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അതിനിടയിൽ ഓട്ടോ ഒക്കെ പിടിച്ച് പതുക്കെ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് അജയെ കണ്ട് സംസാരിക്കുകയാണ്. അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം സാർ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ അജയ് ഭൂമിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്, ഞാനൊന്ന് ലൈറ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, നിങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് മുഖംമൂടി വെച്ച മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭൂമി അത് കേട്ട് ഞെട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഭൂമി. ഭൂമി വളരെ ഇമോഷണലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അജയോട് ഇങ്ങനെ പറയാണ്, കേസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം സാർ, ഇപ്പം എനിക്ക് അച്ഛൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ചിത കത്തിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് അമ്മ കൂടെ വേണം, അമ്മയെ ഒരു ദിവസത്തേക്ക് വിട്ടു തരണം എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അച്ഛൻ്റെ ബോഡി വരട്ടെ, എന്നിട്ട് എൻ്റെ റിസ്കിൽ ഞാൻ അമ്മയെ വിട്ടു തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയെ കണ്ട് ഭൂമി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ആകെ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ അച്ചുവേട്ടൻ ഇല്ലാത്ത ഈ ഒരു ലോകത്ത് ഈ അമ്മയ്ക്ക് ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹമില്ല. അതിൻ്റെ കൂടെ തന്നെ അച്ചുവേട്ടനെ അംബിക കൊന്നു എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അതിൽ കൂടുതൽ ശിക്ഷ എനിക്കിനി കിട്ടാനില്ല എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അങ്ങനെ മോളോട് ഇതൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും പറയാം മോളെ അമ്മ കൊന്നതാന്ന്, എൻ്റെ മോൾക്ക് അറിയില്ലേ സത്യം എന്താന്ന്, എൻ്റെ മോളുടെ വായ കൊണ്ട് ഒരു വാക്ക് പറ, എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് മതി അമ്മയ്ക്ക്, എന്ത് ശിക്ഷയാണെങ്കിലും അമ്മ ഏറ്റുവാങ്ങിച്ചോളാം, ഇനിയിപ്പോൾ അമ്മയ്ക്ക് ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് അറിയില്ലേ അമ്മയെ മനസ്സിലാക്കാത്ത മോളാണോ ഞാൻ, അത് ഞാൻ പറഞ്ഞാലേ അമ്മയ്ക്ക് അറിയില്ലോ എന്നൊക്കെ ചോദിച്ച് ഭൂമി കരയാണ് കേട്ടോ. അങ്ങനെ പുറത്തിറക്കും അമ്മ, ഒരു തെറ്റും ചെയ്യാതെ അമ്മ ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല, അമ്മയെ ആരും ശിക്ഷിക്കില്ല, ഈ മോളുണ്ട്, ഞാൻ പുറത്തിറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ മോൾ അവിടെ ഒറ്റയ്ക്കാണല്ലോ, സഹായത്തിന് ആരും ഇല്ലല്ലോ എന്നുള്ള ദുഃഖമാണ്. മോൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മയെ പുറത്തെടുക്കണം. അങ്ങനെ അച്യുതന്റെ ബോഡിക്ക് ചിത കൊളുത്താനൊക്കെ അജയും പോലീസുകാരും അമ്മയും എല്ലാവരും എത്തുന്നുണ്ട്. അങ്ങനെ ഭൂമി ചിതയൊക്കെ കൊളുത്തുകയാണ്. അതുവരെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഓർമ്മകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാണ് ഭൂമി, ഇങ്ങനെ വേദനിച്ച് കഴിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പലതും ഓർമ്മ വരുന്നുണ്ട്. പണ്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഭൂമിയുടെ ഡാൻസിന്റെ അരങ്ങേറ്റത്തിന്റെ കാര്യമൊക്കെ അച്ഛൻ പറയുന്നതും എല്ലാം ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ഭൂമി. ഇപ്പോഴാണ് ഭൂമിക്ക് ജീവിക്കണം എന്നൊരു തോന്നൽ വരുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പോയെങ്കിലും അച്ഛൻ്റെ ആഗ്രഹങ്ങൾ കുറേ ഉണ്ടായിരുന്നു.
അതൊക്കെ ഭൂമിക്ക് ചെയ്തു തീർക്കണം. മാത്രമല്ല അമ്മ ഇപ്പോഴും ഉണ്ടല്ലോ, അമ്മ ജയിലിൽ കിടക്കല്ലേ, അമ്മ എങ്ങനെയെങ്കിലും ഇറക്കിയാലേ അച്ഛന് സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ വിശ്വസിക്കുകയാണ് ഭൂമി. അങ്ങനെ അമ്മ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റൂ, എൻ്റെ അച്ഛനെ ആരാ കൊന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഭൂമി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ആത്മാവ് ഭൂമിയോട് വന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ ഭൂമിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സൗഭാഗ്യപുരത്ത് അജയ് ഇങ്ങനെ പറയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. ഭൂമി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അംബികയായിരിക്കില്ല അച്യുതനെ കൊന്നത്. ആ റൂമിൽ മറ്റൊരാളുണ്ടായിരുന്നു എന്നാണ് അംബിക പറഞ്ഞത്. മുഖംമൂടി വെച്ച ഒരാളായിരുന്നു. അതായത് അച്യുതനെ കൊല്ലണമെന്ന് വേറെ ആർക്കോ പ്ലാൻ ഉണ്ടായിരുന്നു. ഇതൊരു പ്ലാൻഡ് മർഡർ ആവാനാണ് ചാൻസ് ഉള്ളത് എന്നൊക്കെ അജയ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സൗഭാഗ്യ മുത്തശ്ശിയും സംഗീതയൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. സത്യദാസും കേൾക്കുന്നുണ്ട്. പക്ഷെ ഭവാനിക്ക് മാത്രം ആകെ വെപ്രാളം ആവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനാണെന്ന് കണ്ടുപിടിക്കോ എന്നൊക്കെ പറഞ്ഞ്. രണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസുകാരുള്ള വീടാണല്ലോ, രണ്ടുപേർക്കും ഭൂമിയെ വലിയ കാര്യമാണ്. അപ്പോൾ പിന്നെ ഇവരെന്തായാലും കണ്ടുപിടിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഭവാനി പേടിക്കുകയാണ്. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും അജയും അഞ്ജനയുമായിട്ടുള്ള വിവാഹം അങ്ങോട്ട് നടത്താൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഭവാനി. അച്യുതനും അംബികയും അവിടെ നാടകത്തിനായിട്ടുള്ള റിഹേഴ്സൽ ചെയ്യായിരുന്നു. ആ നാടകത്തിന്റെ ഡയലോഗ് എഴുതി വെച്ചതാണ് ഈ ഒരു പേപ്പറിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ പേപ്പറൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ നാടകത്തിന്റെ റിഹേഴ്സലിനായിട്ട് അംബിക യൂസ് ചെയ്ത ആ ഒരു കത്തിയാണ് പെട്ടെന്ന് ആ മുറിയിൽ അവരറിയാതെ ഒളിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് കയറി വന്ന് ആ കത്തി വാങ്ങി അച്യുതനെ കുത്തിയത്. ആർക്കായിരുന്നു അച്യുതനോട് ഇത്ര വലിയ ശത്രുത? ആരാണ് അച്യുതനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്? ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവുകളൊന്നും ഇല്ലാത്തതാണ് പ്രശ്നം. തെളിവുകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് തരുമെന്ന് ഭൂമി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭൂമിയിൽ വിശ്വാസമുണ്ട് വല്യമ്മാവ. ഭൂമി ബ്രില്യൻ്റ് ആണ്. ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എവിഡൻസ് എല്ലാം ഭൂമി കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ അജയ് പറയുമ്പോൾ സത്യദാസും പറയുന്നുണ്ട്. അതെ മോനെ, എനിക്കറിയാം ഭൂമി ബ്രില്യൻ്റാ. അവളും അന്വേഷിക്കട്ടെ, നമുക്കും അന്വേഷിക്കാം. എങ്ങനെയെങ്കിലും ഭൂമിയെ ഈ കാര്യത്തിൽ സഹായിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുകയാണ്. ഇതൊന്നും ഭവാനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ പോയി ഒറിജിനൽ കഥ കന്നഡ വേർഷനിലെ കഥയിൽ ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അജയ് ഭവാനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അജയുടെ സംശയങ്ങളൊക്കെ ഇതൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഭൂമി വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരു പേപ്പറും പെന്നും ഒക്കെ എടുത്ത് ഇങ്ങനെ എഴുതി നോക്കുകയാണ് കേട്ടോ. ഈ ഭൂമിയുടെ ലക്ഷ്മി ചേച്ചി ഉണ്ടല്ലോ, ഇവരുടെ സഹായത്തിനൊക്കെ നിൽക്കുന്ന ചേച്ചി, ആ ചേച്ചിയെയും കൂടെ കൂട്ടി ആ ചേച്ചിയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ മരണം നടന്ന ആ ദിവസം വീട്ടിൽ വന്ന ഗസ്റ്റുകൾ ആരൊക്കെയായിരുന്നു, അതിൽ ആരെയൊക്കെ നമുക്ക് സംശയിക്കാം, എന്തായിരിക്കും കാരണം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഓരോരുത്തരുടെ പേരായിട്ട് എഴുതി വെച്ചിട്ട് ഇവരായിരിക്കോ, ആയിരിക്കില്ല, പിന്നെ ഇയാളായിരിക്കോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ പേരും വരിവരിയായിട്ട് എഴുതി വെച്ചിട്ട് എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ് അച്യുതനെ കൊല്ലാൻ ഏൽപ്പിച്ചതെന്നുള്ള കാര്യമൊന്നും ഭൂമി അറിയുന്നില്ലല്ലോ. കൂടെ തന്നെ ഭവാനി ആ ഗുണ്ടയോട് എത്രയും പെട്ടെന്ന് ഭൂമിയെ തീർക്കണം എന്നും പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ സത്യദാസുമായിട്ട് ഭൂമി അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ അജയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാത്തിനും ഉപരി ഇപ്പോൾ അച്യുതന്റെ കൊലയ്ക്ക് പിന്നിൽ എന്താണെന്നുള്ളത് ഭൂമി തീവ്രമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാത്തിനും ഒരു എൻകാർഡ് ഇടണമെങ്കിൽ ഭൂമി അവസാനിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആ കൊട്ടേഷൻ കമാലിനെ ഒന്ന് ഫോഴ്സ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അയാൾ ഒരു ആക്സിഡന്റ്, ഭൂമിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാനൊക്കെ ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം. താങ്ക് യു, ബൈ.